പാർട്ടി ഏതുമാവട്ടെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ ഇനി പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോസിന്റെ കമന്റ് ബോക്സ് ഞാൻ നോക്കിയപ്പോൾ അതിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഇത് അവരുടെ പുതിയ ഡ്രാമയാണ്, പുതിയ പ്ലേ ആണെന്നൊക്കെയാണ്. ഓക്കെ, ഒരു പക്ഷേ ഇത് അവരുടെ ഡ്രാമയായിരിക്കും. പക്ഷേ ഇത് കാരണം ഒരാൾക്കൊരു ഉപകാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഒരാൾക്കൊരു സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഭൂരിപക്ഷം വരുന്ന മലയാളികളും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ആദ്യം തന്നെ ആതിര നായരുടെ ഒരു വീഡിയോ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആക്ച്വലി ഒരു ഹെൽപ്പ് ചോദിച്ചാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. നമ്മൾ കോട്ടയം തിരുവാർപ്പിൽ ഒരു കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ കോൺട്രാക്ടേഴ്സിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളൊരു 3 പേരെ കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷെ അതിൽ ഒരാൾ ഓക്കെയും പറഞ്ഞാണ്, ബട്ട് ലൈക്ലി അവർക്ക് പറ്റിയില്ല. അപ്പോൾ അത് ക്യാൻസലായി പോയി. അപ്പോൾ അതാണ് ഇത്രയും ഡിലേ വന്നില്ല. ഇപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ വീട് പണി തുടങ്ങി ഏകദേശം ഹാഫ് ഇത് കഴിയേണ്ട ടൈമായി. അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ ഒരു സ്റ്റോറി ഇടാം. അപ്പം നിങ്ങളുടെ പരിചയത്തിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാണുന്നവരിൽ ആരെങ്കിലും കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, ഇത് നമ്മൾ CMN പാലക്കാട് ഒറ്റപ്പാലത്തുള്ള CMN പ്രൊജക്റ്റാണ് ഈ വീട് വെച്ചു കൊടുക്കുന്നത്. അവരാണ് പൈസ തരുന്നത്. അവർ വീട്ടുകാർ ത്രൂ അല്ല, അവർ നേരിട്ട് കോൺട്രാക്ടർ. അറിയായിരിക്കുമല്ലോ, ഇലക്ഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രോൾ വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനും ട്രോളിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് ഒരു കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കുന്ന കാര്യമാണ്. ഇലക്ഷന്റെ സമയത്ത് ഉറപ്പ് കൊടുത്ത ഒരു കാര്യമാണ്. പലരും ചോദിക്കുന്നുണ്ട് ഇത് സത്യമാണോ, നടക്കുമോ എന്നൊക്കെ. നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പേപ്പർ വർക്ക്സ് കഴിഞ്ഞിട്ടുണ്ട്, ഫണ്ടർ ആയിട്ടുണ്ട്, ഇനി വേണ്ടത് ഒരു കോൺട്രാക്ടറിനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലും ഒരുപാട് വിമർശനം വരുന്നത് ഈ വീഡിയോ ഇട്ടത് 4 ആളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. 4 ആളെ അറിയിച്ചാലും കുഴപ്പമില്ല, നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അതായത് ആ വീട് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് വീടാവുന്നു, നല്ലൊരു കാര്യമാണ്. ഇതിൽ പാർട്ടി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം മാത്രം നോക്കി ഈ കാര്യത്തെ വിലയിരുത്തുക. ഇനി ഇവർ ഏറ്റവും കൂടുതൽ ട്രോളാനുള്ള കാരണം ഇവർ പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങളാണ്. ഇനിയും മണ്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ട്രോളും. പക്ഷെ നല്ല കാര്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി അഖിൽ മാരാറിന്റെ ഒരു വീഡിയോ കാണാം. ഇലക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് സഹായിക്കാനൊന്നും പറയാൻ പറ്റില്ല. അന്ന് ഞാൻ അവരോട് പറഞ്ഞു ഒരു ധൈര്യത്തിന് ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി പേടിക്കണ്ട, ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇനി പേടിക്കണ്ട, ഉറപ്പല്ലേ? അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് ഈ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പലരും കണ്ടിരുന്നായിരുന്നു. അപ്പം ഞാൻ സത്യത്തിൽ ഒരു വലിയ സന്തോഷം കൂടെ അറിയിക്കാം. ഈ പൊതുവെ ഭയങ്കരമായിട്ട് കേരളത്തിൽ പരിഹസിക്കപ്പെടുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹം ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അഖിലെ ഞാനും കൂടെ നിന്നെ സഹായിക്കാം. അപ്പോൾ ഞാനിത് പറയുന്നത് പലപ്പോഴും നിങ്ങൾ പരിഹസിക്കുന്ന, നിങ്ങൾ ട്രോളുന്ന മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ വേദന കാണുമ്പം വേദന തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി പരിഹസിക്കാതിരിക്കുക. ഇവിടെ വഴിയില്ലാത്ത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വീട് വെക്കുന്നതിനെക്കാട്ടി ഒരുപക്ഷെ ഇരട്ടി ബഡ്ജറ്റ് ആവും. കാര്യം നമുക്ക് ഒരുപാട് ചുമട് വേണ്ടി വരും. ഒരു മഴ വന്നപ്പോലും ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല, അത്രയും വലിയ ഇതല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ആ ഷീറ്റ് ഇങ്ങനെ വലിച്ചിട്ടേ. ഞങ്ങളുടെ അടുത്ത് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കിങ്ങനെ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി. ചെറുപ്പം തുടങ്ങി, ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഒരു ഉടുതുണിക്കോ ഒരു നേരത്തെ ഭക്ഷണം. ഈ കാര്യം അഖിൽ മാരാർ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഒരു ചെറിയൊരു സംശയം. കാരണം നിലപാടിന്റെ രാജകുമാരനാണല്ലോ. രാവിലെ പറഞ്ഞതല്ല ഉച്ചക്ക് പറയാ, ഉച്ചക്ക് പറഞ്ഞതല്ല വൈകുന്നേരം പറയാ, മാറ്റിക്കൊണ്ടേയിരിക്കും നിലപാടുകൾ. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അഖിൽ മാരാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ തന്നെ സുരേഷ് ഗോപിയൊക്കെ ഇതിന് ഫണ്ട് ചെയ്യുന്നുണ്ട്, അതായത് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ആ കുടുംബത്തിന് ഒരു വീട് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും പാർട്ടിയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ അതേസമയം നമുക്ക് ഓക്കെ അല്ലാത്ത ഐഡിയോളജീസ്, പ്രവർത്തികൾ, അത് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ എന്തുമാവട്ടെ, ഏതെങ്കിലും ഒരു ഐഡിയോളജി നമുക്ക് ഓക്കെ അല്ലാന്ന് തോന്നി, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ ഓക്കെ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളോ?